നേരത്തെ പാകിസ്ഥാൻ അധീന കാശ്മീർ തിരിച്ചുപിടിക്കാൻ ഇന്ത്യ സൈനിക നടപടിക്ക് മുതിരില്ലെന്നും ജമ്മു കാശ്മീരിലെ വികസനങ്ങൾ കാണുമ്പോൾ പാക് അധീന കാശ്മീരിലെ ജനങ്ങൾ ഇന്ത്യയിൽ ചേരണമെന്ന് ഇങ്ങോട്ട് ആവശ്യപ്പെടുമെന്നും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് സമാനമായ സംഭവവികാസങ്ങളാണ് ഇപ്പോൾ പാക് അധീന കാശ്മീരിൽ നടക്കുന്നത്. പാക് അധീന കാശ്മീരിൽ ജനങ്ങളുടെ പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. പ്രതിഷേധക്കാരും സുരക്ഷാ സേനയും തമ്മിലുള്ള സംഘർഷം ഉടലെടുത്തതോടെ സാധാരണ ജീവിതം താറുമാറായിരിക്കുകയാണ്. മിർപൂരിലും അസാദ് ജമ്മു കാശ്മീരിലും മാർക്കറ്റുകളും സ്കൂളുകളും രണ്ടാം ദിവസവും അടഞ്ഞുകിടന്നു. സംഘർഷത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടു. 90-ലധികം പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. പാകിസ്ഥാന്റെ അധീനതയിലുള്ള കാശ്മീരിൽ എന്താണ് സംഭവിക്കുന്നത്? വിലക്കയറ്റത്തിൽ പൊറുതിമുട്ടി ജനം തെരുവിലിറങ്ങിയതാണ് പാക് അധീന കാശ്മീരിൽ പ്രതിഷേധങ്ങൾക്കും സംഘർഷങ്ങൾക്കും ഇടയാക്കിയത്. വെള്ളിയാഴ്ച ജമ്മു ആൻഡ് കാശ്മീർ ജോയിന്റ് അവാം ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാക് അധീന കാശ്മീരിന്റെ തലസ്ഥാനമായ മുസഫറാബാദിലാണ് പ്രതിഷേധങ്ങൾ തുടങ്ങിയത്. അസാദി മുദ്രാവാക്യം മുഴക്കിയാണ് പ്രതിഷേധക്കാർ തെരുവിലിറങ്ങിയത്. വ്യാപാരികളും പ്രതിഷേധത്തിന്റെ ഭാഗമായി. പ്രതിഷേധത്തെ പാകിസ്ഥാൻ സുരക്ഷാ സേന പല്ലും നഖവും ഉപയോഗിച്ച് ചെറുത്തതോടെ സ്ഥിതിഗതികൾ വഷളായി. ഇതോടെ റോഡ് ഉപരോധിച്ചും കടകളടപ്പിച്ചും സമരം ശക്തമാക്കാൻ AAC ആഹ്വാനം ചെയ്തു. കറണ്ട് ബില്ലിൽ ഏർപ്പെടുത്തിയ ഉയർന്ന നികുതിയെ തുടർന്ന വിലക്കയറ്റം രൂക്ഷമായതോടെയാണ് മുസഫറാബാദിൽ AAC സമരം തുടങ്ങിയത്. കൂടാതെ വൈദ്യുതി ക്ഷാമവും പ്രതിഷേധ കാരണമായി. ഇസ്ലാം ഘട്ടിൽ സമാധാനപരമായി പ്രതിഷേധിച്ചവർക്ക് നേരെ പോലീസ് കണ്ണീർവാതകമടക്കം ഉപയോഗിച്ചതോടെ സംഘർഷം കനത്തു. തുടർന്ന് പാക് അധീന കാശ്മീരിലെ മിക്കയിടങ്ങളിലേക്കും പ്രതിഷേധം വ്യാപിക്കുകയായിരുന്നു. ഗതാഗതം സ്തംഭിപ്പിക്കാനും കടകമ്പോളങ്ങൾ അടച്ചിടാനും ആഹ്വാനം ചെയ്തതോടെ മുസഫറാബാദിൽ വ്യവസായ മേഖല നിശ്ചലമായി. കനത്ത പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ മേഖലയിൽ ഭരണകൂടം നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും സ്കൂളുകൾ അടഞ്ഞുകിടന്നു. അതേസമയം പോലീസ് പ്രതിഷേധക്കാർക്ക് നേരെ വെടിയുതിർത്തതായും 2 പേർ കൊല്ലപ്പെട്ടതായും പാക് അധീന കാശ്മീരിലെ സാമൂഹിക പ്രവർത്തകനായ അംജദ് അയൂബ് മിർസയെ ഉദ്ധരിച്ച് NIA റിപ്പോർട്ട് ചെയ്തു. പ്രതിഷേധക്കാരുടെ മർദ്ദനത്തിൽ പരിക്കേറ്റ് ഒരു പോലീസുകാരൻ കൊല്ലപ്പെട്ടതായും അദ്ദേഹം പറഞ്ഞു. സ്ഥിതിഗതികൾ കൈവിട്ടുപോയ സാഹചര്യമാണെന്നും വിഷയത്തിൽ ഇന്ത്യ ഗവൺമെന്റ് അടിയന്തരമായി ഇടപെടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ജമ്മു ആൻഡ് കാശ്മീർ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 2023-ലും സമാനമായ പ്രതിഷേധം നടന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, വൺ നേഷൻ മീഡിയ.